ഹൈ ഗൈസ്, അപ്പം മോബ് കൺട്രോളിൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതിട്ടാലും നല്ല പവറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലക്കി ഷോട്ടാണ് കുറച്ചുകൂടെ പവറെന്ന് തോന്നുന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഫയറിൻ്റെയാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഫയർ ബോട്ടിലും പവർ സ്ട്രെങ്തും കൂടും, രണ്ടും കൂടെ വർക്കാവുന്നുണ്ട്. പിന്നെ ഈ സ്നൈപ്പറും, ഇത് മൂന്നുമാണ് ഏറ്റവും പവർ. ലക്കി ഷോട്ട്, സ്നൈപ്പർ, ഫ്ലെയിം ത്രോവർ എന്ന് പറഞ്ഞു. ഇത് മൂന്നാണ് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്ലെയിം ത്രോവറായിരുന്നു. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത് സ്നൈപ്പറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ലക്കി ഷോട്ട് യൂസ് ചെയ്യും പവറിനനുസരിച്ച്. പിന്നെ അതിന് ശേഷം ഈ ചാമ്പ്യൻസ് എന്ന് വെച്ചാൽ പവർ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് വരുന്നതാണിത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ബിഗ് ബ്ലോബാണ്. അതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും പവർഫുൾ സാധനം. കാരണം അത് കുറച്ച് ബബിൾ അറ്റാക്കിനനുസരിച്ച് ഇത് ഇവർ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനകത്തുള്ള പവർ അവർക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അതാണ് സൂപ്പർ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതാണെന്നാണ് ഗൺ ഷോട്ടിൽ. ഇപ്പം ബിയറാണ് ഏറ്റവും പവർഫുള്ളായിട്ട് സാധനം. അതിൻ്റെ ഡാമേജ് നോക്ക് 657. സ്പീഡ് ഇച്ചിരി കുറവുണ്ടെന്നുള്ളൂ, പക്ഷേ നല്ല പവർഫുള്ളാണ്. ബാക്കി എല്ലാത്തിനും അറ്റാക്കിൻ്റെ ഇത് കുറവാണ്. പിന്നെ അവിടെന്ന് വെച്ചാൽ അതിൻ്റെ ഷോട്ട് നമ്മൾ ബിഗ് ബ്ലോബ് ഇടുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ഗൺ ഗേറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 1 മുതൽ 8 വരെ എത്രയും വേണമെങ്കിലും വളർന്നു വരും, ഇതാവും, ലെവലപ്പ് ആവും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും പവർ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ്. അത് എല്ലാ കളിയിലൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.